പേര് കേൾക്കാൻ തന്നെ എന്തൊരു അതിർപ്പാണ്. ടിപ്പു സുൽത്താൻ്റെയും സാമൂതിരിൻ്റെയും കുഞ്ഞാലിമരക്കാരൻ്റെ ഒക്കെ കാൽച്ചുവട് പതിഞ്ഞ കോഴിക്കോട്, നമ്മളെ കോഴിക്കോട്. ആ കോഴിക്കോടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. വിഷ്കാല് പള്ളിയും മുത്തൂറ്റി പള്ളിയും ദുമായത്ത് പള്ളിയും തളിക്ഷേത്രവും പുതിയമ്പലും ഒക്കെ തലപൊക്കി നിൽക്കുന്ന നമ്മളെ കോഴിക്കോട്. നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് പത്തിരി ചുട്ട് വെച്ച കല്ലിന്മേലെ ഊരൂരുക്കും കോഴിക്കോട് കോണിപ്പടിയിൽ. പിന്നെ ആ ചങ്ങായി ഉണ്ടല്ലോ, എന്തേലും പേര് സായിപ്പ് ബാസ്കോടി ഗാമ. മൂപ്പനാണ് ആദ്യമായിട്ട് ഇവിടെ കാലുവെച്ചെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കണത്. പിന്നെ കേട്ടോളി കുട്ടികളെ, അങ്ങനെ ഒന്നല്ല കാര്യങ്ങൾ. അതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് അറബികൾ അത്തറും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്. ഓലെ അത്തറിൻ്റെ മണം ഇന്നും നമ്മളെ കൽവിലുണ്ട്. കോഴിക്കോട്ട് അങ്ങാടി കൂടി മുണ്ടും മടക്കി കുത്തി തലയിലൊരു കെട്ടും കെട്ടി സുജായി ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അറബിയാലും കൂടി ഒന്ന് ഓർക്കണേ നല്ലതാണ്. ഇന്നിപ്പം നട്ടുച്ചക്ക് റഹ്മത്തിൻ്റെ പള്ള നിറച്ച് ബീഫ് ബിരിയാണിയും കഴിച്ച് മോദിക്ക് സേനത്താൻ്റെ വീടിൽ നിന്ന് സുലൈമാനിയും കുടിച്ച് ബീച്ചിലെ മണലിൽ അങ്ങനെ വീടും വലിച്ച് മരുന്ന് കിടന്ന് പകൽക്കിരാവ് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ ആ അറബിയാലും നമ്മളൊക്കെ പൂർവികന്മാർ അധ്വാനത്തിൻ്റെ 100 കഥ പറയാനുണ്ടാവും. ഉമ്മാനെയും ബാപ്പാനെയും ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം നമ്മളെ കോഴിക്കോട്ട് അങ്ങാടി കിട്ടും. ആ കോഴിക്കോട്ട് അങ്ങാടിൻ്റെ പോലീസ് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. അല്ല, കോഴിക്കോട്ടുള്ള ഒരു വീട്ടില് ഒരു അടിപൊളി കല്യാണം നടക്കുന്നുണ്ട്. നമ്മൾ അവിടത്തേക്കൊന്ന് പോയാലോ?
حسنات جميع خصاله صلوا عليه وآله ഒരാഗ്രഹിച്ച് ആ ദിവസം വന്നെത്തി. Yeah.
feeling drip right from the top, boy. That's the legit.